ഇറാൻ പിടിച്ചെടുത്ത MSC ഏരിയസ് കപ്പലിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ മോചനം വൈകുകയാണ്. 18 ദിവസം മുൻപാണ് ഇറാൻ ചരക്ക് കപ്പൽ പിടിച്ചെടുത്തത്. മോചനം സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്ന് കപ്പലിലുള്ള മലയാളി കോഴിക്കോട് സ്വദേശി ശ്യാംനാഥിന്റെ പിതാവ് 24-നോട് പറഞ്ഞു. രാഹുൽ സുരേഷാണ് വാർത്തകൾ ഒരുമിച്ച്. രാഹുൽ, ഏതെങ്കിലും തരത്തിലുള്ള ബാക്ക്ഡോറിൽ കൂടിയാണെങ്കിലും ചർച്ചകളോ അങ്ങനെ എന്തെങ്കിലും കുറിച്ചുള്ള സൂചനകൾ കുടുംബത്തിനില്ല എന്നാണോ പറയുന്നത് രാഹുൽ? ഹാഷ്മി ക്രിസ്റ്റീന, MSC ചരക്ക് കപ്പൽ പിടിച്ചെടുത്തിട്ട് ഇപ്പോൾ 18 ദിവസം പിന്നിടുകയാണ്. അതിൽ ആകെ 23 ആളുകളാണ് ഉള്ളത്. അതിൽ 16 പേർ ഇന്ത്യക്കാരാണ്. അതിൽ 3 പേർ മലയാളികളാണ്. ഈ കപ്പലിലുള്ള കോഴിക്കോട് വെള്ളിവർമ്മ സ്വദേശി ശ്യാംനാഥിന്റെ വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ശ്യാംനാഥിന്റെ അച്ഛൻ വിശ്വനാഥൻ ഇപ്പോൾ 24-നോടൊപ്പം ചേരുന്നുണ്ട്. അന്ന് കപ്പൽ പിടിച്ചെടുത്ത അന്ന് നമ്മൾ അറിഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ മോചനം സാധ്യമാകുമെന്നാണ്. ഇപ്പൊ എന്താണ് കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം? ഇതിനെ പറ്റിയിട്ടിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചാലേ വിവരമുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഈ മിനിസ്ട്രി നമ്മളെ ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നുണ്ട്. അവർ രാത്രി സംസാരിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇൻറ്റേർണലി പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അതവർ പൂർണ്ണമായിട്ട് വിട്ട് പറയില്ലല്ലോ. അങ്ങനെയാണല്ലോ സ്ഥിതിഗതികളിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വലിയ മാനസിക സംഘർഷത്തിലാണ് ഞങ്ങളെല്ലാവരും. മനസ്സിലായില്ലേ? പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം 13-ാം തീയതി കഴിഞ്ഞു. ഞങ്ങളൊരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവർക്കും, എല്ലാ മിനിസ്ട്രിക്കും കാര്യങ്ങൾക്കും എല്ലാവരും ഫ്രം പ്രൈം മിനിസ്റ്റർ അവർക്കും മുതൽ DG ഷിപ്പിംഗ് ഉള്ള ഒരു 10 ആൾക്ക് ഞാൻ ഇമെയിൽ അയച്ചു. 2 ആളുടെ കയ്യിൽ നിന്നാണ് ഒരാളുടെ കയ്യിൽ നിന്നാണ് റിപ്ലൈ വന്നത്. ആ റിപ്ലൈ ശ്രീ മുരളീധരൻ സാറായിരുന്നു. മുരളീധരൻ സാറ് സംഗതി അവിടെ കിട്ടി എന്നുള്ള ഇത് പറഞ്ഞു. പത്രമൊന്നുമില്ല. പിന്നെ ഇന്നലെ എനിക്ക് നോർക്ക റൂട്ട്സ് എന്നൊരു മറുപടി കിട്ടി. ആൾറെഡി ഫോർവേഡ് ടു ട്രിവാൻഡ്രം. അതാണ് കിട്ടിയത്. വേറെ യാതൊന്നും കിട്ടിയിട്ടില്ല. ഗവൺമെൻറ് ഓഫ് കോഴ്സ് പരിശ്രമിക്കുന്നുണ്ട്, എല്ലാം ആയി എന്നുള്ളത് പറയുന്നു. നമ്മൾ വളരെയധികം വെൽക്കം ചെയ്യുന്നു, വളരെയധികം സന്തോഷിക്കുന്നു. പക്ഷേ കമ്പനീൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അവർ ഈ കേരളീയസിനെയല്ല നമ്മളെ ഇന്ത്യക്കാരെ മുഴുവൻ ഒന്ന് വിട്ടു തരണ്ടേ? അതാണല്ലോ നമ്മളുടെ ആവശ്യം. വീട്ടിലെ ഫാമിലിയിൽ ഓരോ പ്രശ്നങ്ങൾ ഉദിക്കുകയാണ്. ഞാനൊരു മിലിറ്ററിക്കാരനായതുകൊണ്ട് നമുക്കതിനുള്ള ധൈര്യം, അതിൻ്റെ റൂട്ടും ഏകദേശം അറിയാം എന്നുള്ള നിലപാടാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ശ്യാംനാഥിന്റെ കുടുംബം പറയുന്നത്. ശ്യാംനാഥിനെ കൂടാതെ വയനാട് സ്വദേശി ധനേഷ്, പാലക്കാട് സ്വദേശി സുമേഷ് ഉൾപ്പെടെ ആകെ 16 ഇന്ത്യക്കാരാണ് ഉള്ളത്. എന്താണെങ്കിലും മോചനത്തിനായി സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ഇപ്പോഴും കുടുംബം ആവശ്യപ്പെടുന്നത്. ക്രിസ്റ്റീന, ഹാഷ്മി. ശരി, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.